നമുക്കിന്ന് ഒരു ഫോട്ടോ മാഗസിൻ സെറ്റ് ചെയ്താലോ. സോ വെൽക്കം ടു ദ മെറാക്കി എസ്തെറ്റിക്സ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാഗസിൻ കവർന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ട് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ക്യാപ്ഷൻസും ഹെഡിങ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ ഇവിടെ സേവ് ചെയ്യാം. ഇതിപ്പോൾ കവർ പേജ് ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ഹെഡിങ്സും പിന്നെ കോട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പേജസ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കൊളാഷ് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് കൊളാഷ് ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തിട്ട് ഫോട്ടോസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം, കോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് സേവ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതല്ല കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻട്രസ്റ്റിൽ കൊളാഷ് ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ അതിലും ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പേജസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് A3 ഡോക്യുമെന്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവയിൽ A3 ഡോക്യുമെന്റ് സെർച്ച് ചെയ്ത് ഒരു ഡോക്യുമെന്റ് എടുക്കുക. ഇനി നമുക്കിത് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് എലമെന്റ്സിൽ പോയിട്ട് ലൈൻ എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ നമുക്ക് ലൈൻ കിട്ടും. എന്നിട്ട് ഞാൻ ഇതിൽ സെറ്റ് ചെയ്യണ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ A5 സൈസ് മാഗസിൻ ആണ് സെറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഇത് 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് A4 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ A3യിൽ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിന്റെ സ്ട്രോക്ക് വെയിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജസ് എല്ലാം സെയിം സൈസിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത പേജസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ക്യാമറ റോളിൽ പോയിട്ട് നമ്മളെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ കവർ പേജ് ആണ് സെറ്റ് ചെയ്യുന്നത്. കവർ പേജ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പ് റൈറ്റ് കോർണറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ആയിട്ട് വരുള്ളൂ. ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് 4 സൈഡിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ഓപ്ഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ള പേജസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ അടുത്ത സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സെയിം പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാഗസിൻ്റെ എഡിറ്റിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും PDF പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുക. PDF പ്രിന്റ് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മാഗസിൻ ഇനി പ്രിന്റ് ചെയ്ത് സെറ്റ് ചെയ്യണ വീഡിയോ പാർട്ട് 2 കാണിക്കാം. ബൈ.